നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തുടർന്ന് അങ്ങോട്ടും ഇതേ മാർക്കിംഗ് കേന്ദ്രീകരിച്ച് പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയല്ലേ SITയുടെ തീരുമാനം? GK, അത് തന്നെയാണ് SITയുടെ തീരുമാനം. അവർ ഈ ഒരു ഒറ്റ ദിവസത്തെ പരിശോധന കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ സ്പോട്ടിൽ എന്തെങ്കിലും കണ്ടെത്തിയില്ല എന്നുള്ളത് കൊണ്ടോ ഈ പരിശോധന ഇവിടെ വെച്ച് നിർത്തില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഓരോ ഏരിയയിലും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതുവരെ, ഒന്നെങ്കിൽ ഈ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നതുവരെ, അസ്ഥികൂടങ്ങൾ ലഭിക്കുന്നതുവരെ, അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നതുവരെ, ഇവിടെ ഈ ഒരു അസ്ഥികൂടങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ശുചീകരണ തൊഴിലാളിക്ക് അത് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നതുവരെ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വീണ്ടും മഴ പെയ്തിരിക്കുന്നു. ഇതൊക്കെ തന്നെയും ഈ ഒരു എക്സ്കവേഷൻ പ്രോസസ്സിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകൾ മുന്നോട്ട് തന്നെ പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധർമ്മസ്ഥലയിൽ നിന്ന് ഈ വിവരങ്ങൾ ഒന്നൊന്നായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുഹമ്മദ് റഹീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. തുടർന്ന് ഇനിയുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.